എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുസ്മി രതീഷ്. ഇന്ന് നമ്മളൊരു കോംബോ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ജീര റൈസും ഭുനാഘോഷും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാലോ. ആദ്യം തന്നെ ഭുനാഘോഷ് മസാലയ്ക്ക് ആവശ്യമായി 4 ടീസ്പൂൺ മല്ലിയും 30 ഗ്രാം കുരുമുളകും 2 ടീസ്പൂൺ ജീരകവും 6 ഗ്രാമ്പൂവും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 6 ഏലക്കയും 2 ബേ ലീഫും ചേർത്ത് ചെറിയ തീയിൽ 3 മിനിറ്റ് വറുത്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കാം. ഇതേ രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയിൽ 2 ഇടത്തരം സവാളയുടെ സ്ലൈസസ് ചേർത്ത് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ മാറി ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് 3/4 കിലോ മട്ടൺ ചേർത്ത് 5 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇത് ഓപ്ഷണലാണ്. തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് വെള്ളം തളിച്ച് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 200 മില്ലി തിളപ്പിച്ച വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് കുക്കറിൽ 3 മുതൽ 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വേവിച്ചെടുത്ത മട്ടനും ഗ്രേവിയും കൂടെ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 4 ടീസ്പൂൺ ഭുന മസാല ചേർത്ത് നന്നായി ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം. മട്ടനിൽ മസാല ചേർത്ത് നന്നായി റോസ്റ്റായി വരുമ്പോഴേക്കും മല്ലിയില ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഭുനാഘോഷ് മസാലയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ജീര റൈസിന് ആവശ്യമായ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും 2 ബേ ലീഫും 2 വറ്റൽമുളകും ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകവും ചേർത്ത് ജീരകം ഒന്ന് സ്പ്ലിറ്റായി വരുമ്പോഴത്തേക്കും
10 മിനിറ്റ് കുതിർത്ത 1 കപ്പ് ബസ്മതി റൈസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. റൈസ് മിക്സ് ചെയ്യുമ്പോൾ പൊട്ടാതെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മുടെ റൈസിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.25 കപ്പ് വെള്ളവും ചേർത്ത് 7 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ വെള്ളം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഉപ്പ് നോക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ജീര റൈസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്കിത് റൈസ് പൊട്ടാതെ ചെറിയ രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് ഭുന്ന ഗോഷ് മസാലയും കൂടെ ചേർത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്.